ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഞാൻ വീണ്ടും ഒരു സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ് വരുന്നത്. അപ്പം ഇതൊരു വിചിത്ര സിൽക്കിൻ്റെ റാണി പിങ്ക് കളറിലുള്ളൊരു സാരി ആയിട്ടാണ് ഞാൻ വാങ്ങിയിരിക്കുന്നത്. മെറ്റീരിയലായിട്ടല്ല ഞാൻ വാങ്ങിയത്, കാരണം എനിക്ക് ഇതിൽ നിന്ന് കുറച്ചധികം മെറ്റീരിയൽ വേണമായിരുന്നു. അപ്പം കല്യാണിക്ക് ഞാനൊരു ടോപ്പ് തയ്ച്ചായിരുന്നു സ്കേർട്ടിന്. അപ്പോൾ എനിക്ക് ഒരു ടോപ്പ് അത്യാവശ്യം ഫ്ലെയർ ആയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യാൻ വേണമായിരുന്നു. അതിൻ്റെ കൂടെ എനിക്കൊരു ദുപ്പട്ടയും കൂടെ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മെറ്റീരിയൽ ഈ രീതിയിൽ വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ ഇൻസ്റ്റയിൽ കണ്ടിട്ടുള്ളൊരു എ-ലൈൻ പാനൽ കട്ട് കുർത്തിയാണ്. കൂടെ അതിന് ദുപ്പട്ടയും വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ലുക്കൊന്ന് റീക്രിയേറ്റ് ചെയ്ത് നോക്കാമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ ഒരു മെറ്റീരിയൽ വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ പാനൽ കട്ടാണ് ചെയ്തേക്കുന്നതെങ്കിലും ഞാൻ പാനൽ കട്ടല്ല, നോർമൽ എ-ലൈൻ കുർത്തിയാണ് ഞാൻ ചെയ്യുന്നത്. കാരണം എനിക്ക് പാനൽ കട്ട് ചെയ്യാനൊന്നും അത്ര വശമില്ലാത്തത് കൊണ്ട് നേരെ എടുത്ത് വെച്ച് അതിലോട്ട് ചെയ്യാണ്ടാന്ന് കരുതി. കാരണം ഞാൻ ഇതുവരെ എ-ലൈൻ കുർത്തീസ് ഒന്നും സ്റ്റിച്ച് ചെയ്തിട്ടില്ല. അപ്പോൾ അത് ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ഓക്കെ ആണെങ്കിൽ മാത്രം നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് ഒരു കുർത്തി ചെയ്യുമ്പം പാനൽ കട്ട് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ഇത് ഞാൻ ഇതിൻ്റെ സ്ലീവ്സൊക്കെ അറ്റാച്ച് ചെയ്യുന്നതിന് മുന്നേ ഇതൊന്ന് പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം ഈ ലൈനിങ് മെറ്റീരിയലും ഇതും കൂടെ ഒന്ന് സെയിം ആയിട്ട് ഇരിക്കുക, അല്ലെങ്കിൽ ഒരുമിച്ചിരിക്കാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റിച്ച് ചെയ്യുമ്പോൾ പോയി കഴിഞ്ഞാൽ അത് പിന്നൊരു ബുദ്ധിമുട്ടാകും നമുക്ക്. വീണ്ടും അത് അഴിച്ച് അങ്ങനെയൊക്കെയുള്ള പണികൾ വരും. ഒന്നാമതേ ഞാൻ ഈ കുർത്തി ചെയ്തതിനകത്ത് ഒരുപാട് പണി ചെയ്തു. ഈ ഒരു സ്ലീവ് തന്നെ ഞാൻ കുറേ തവണ ചെയ്തിട്ടാണ് ശരിയായത്. കാരണം ഫസ്റ്റ് ചെയ്ത ഈ ഒരു സ്ലീവ് എനിക്കിത് ലെങ്ത്ത് കുറവായിരുന്നു. പിന്നെ ഞാനത് മാറ്റിയിട്ട് സ്ലീവിനകത്ത് ലൈനിങ് കൊടുക്കാതെ കുറച്ചുകൂടി ലെങ്തി ആയിട്ട് വീണ്ടും ഒരു സ്ലീവ് കൊടുത്തേക്കാണ്. അപ്പോൾ ആ ഒരു കുർത്തിയിൽ അത്യാവശ്യം നല്ലൊരു ഹാൻഡ് എംബ്രോയ്ഡറിയാണ് കൊടുത്തേക്കുന്നത്. ഞാൻ പക്ഷേ ഹാൻഡ് എംബ്രോയ്ഡറി അറിയാത്തത് കൊണ്ട് ലേസ് വർക്കാണ്, ചെറിയ രീതിയിലുള്ള ലേസ് വർക്ക്, വളരെ സിമ്പിളായിട്ടുള്ള വർക്കാണ് ഞാൻ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഏകദേശം. ഇതിൻ്റെ കൂടെ ബാക്കി വന്ന മെറ്റീരിയലാണ് ഞാനതിന് ദുപ്പട്ടയായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കുർത്തിയും ദുപ്പട്ടയും കൂടെ ഒന്ന് പെയർ ചെയ്ത് നോക്കുമ്പോൾ എങ്ങനെ ഉണ്ടാകുമെന്നുള്ളതെന്ന് നോക്കാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സ്റ്റിച്ചിങ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള സ്റ്റിച്ചിങ് വീഡിയോസ് ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ടാറ്റാ, ബൈ.